ഹലോ. മുടികൾ നമ്മുടെ താടിയിലും അതുപോലെ തലമുടിയിലും വട്ടത്തിന് പോകുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് നമ്മുടെ ഹെയറിനെ സംബന്ധിച്ചോളം. ഇത് നോർമലി വരുന്നതെന്ന് പറഞ്ഞാൽ അലർജി ഉള്ളവർക്കായിരിക്കും ഇത് വളരെ കൂടുതലായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് അലർജി, ശ്വാസം മുട്ടൽ, അങ്ങനെ എന്തെങ്കിലും അലർജി ഉള്ളവർക്ക് ഈ ഒരു പ്രോബ്ലം എപ്പോൾ വേണമെങ്കിലും വരാം. ഇതുകൂടാതെ നമുക്കിപ്പം ബോഡിക്ക് വളരെയധികം സ്ട്രെയിൻ വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വന്നതിന് ശേഷവും വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ടൈഫോയിഡ്, ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ഡെങ്കു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം അലോപേഷ്യ ഏരിയേറ്റ ചിലപ്പോൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാം. അതുപോലെ ഒരു ഒത്തിരി സ്ട്രെസ്സുള്ള സമയത്തോട് കടന്നു പോകുന്ന സമയത്ത് ഈ ഒരു അലോപേഷ്യ ഏരിയേറ്റ നമ്മുടെ ശരീരത്തെ കണ്ടെന്ന് വയ്ക്കും. അപ്പോൾ അലോപേഷ്യ ഏരിയേറ്റ ചിലവർക്ക് ഒരു എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മാത്രം നിൽക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 3 മുതൽ 6 മാസം കൊണ്ട് മുടി ചിലപ്പോൾ തിരിച്ചു വരാം. ചിലവർക്ക് എന്ന് പറഞ്ഞാൽ അത് ക്രോണിക് അലോപേഷ്യ ഏരിയേറ്റയിലോട്ട് മാറും. വർഷങ്ങളായാലും മുടി തിരിച്ചു വരാത്ത ഒരു അവസ്ഥയിലോട്ട് എത്താറുണ്ട്. എങ്കിൽ അലോപേഷ്യ ഏരിയേറ്റയ്ക്ക് പ്രോപ്പറായിട്ട് നമ്മളെപ്പോഴും ഒരു ചികിത്സ ഇതിന് തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഈ അലോപേഷ്യ ഏരിയേറ്റ അല്ല, വേറെ പല അസുഖങ്ങൾക്കും ഇത് ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മളിവിടെ ചെയ്യുന്നത് ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അതുകൂടാതെ ഈ വർഷങ്ങളായിട്ടും മുടി വരാതിരിക്കുന്ന ഭാഗങ്ങളിലോട്ട് നമ്മളൊരു നോൺ നീഡിൽ മീസോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഹെയറിൻ്റെ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്.